നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, കോംപ്ലക്സ് അനാലിസിസ്. അപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഒരു ഇക്വേഷനിൽ നമുക്ക് തുടങ്ങാം. അതായത് x² + 1 = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? x² എന്ത്, ഈ +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? -1 ആയിട്ട് മാറും. x² -1 ആണെങ്കിൽ x എന്തായിരിക്കും? x +or-√(-1) എന്ന് വരും. ഇവിടെ നോക്കിക്കേ, റൂട്ടിനകത്ത് എന്ത് വന്നു? ഒരു നെഗറ്റീവ് നമ്പർ വന്നല്ലേ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു √(-1) നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ i കൊണ്ട്. അതായത് √(-1) = i. ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് അയോട്ട എന്നാണ്. അപ്പം ഇവിടെ എന്തായിരിക്കും വരിക? x +or-i എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 0 + or-i എന്ന് വരും. അതായത് 0 + i-യും 0 - i-യും ആയിരിക്കും നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താ വരുന്നത്? കോംപ്ലക്സ് നമ്പർ ആർ ദ നമ്പേഴ്സ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം a + ib. അതായത് a + ib ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എയും ഉണ്ട്, ഒരു ബിയും ഉണ്ട്. ആ എയും ബിയും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. വെയർ a and b ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി നമ്പർ കോൾഡ് അയോട്ട. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? √(-1) ആണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 + 3i ഇതൊരു കോംപ്ലക്സ് നമ്പറാണ് അല്ലേ. ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 2ഉം ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 3i ആയിരിക്കും. അതേപോലെ വാല്യൂ ഓഫ് i എന്ന് പറയുന്നത് എന്താണ്? √(-1) ആണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം a + ib where a and b are real numbers and i is called a imaginary number called iota. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, 2 + 3i എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്, നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ 2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അതേപോലെ 3i എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി നമ്പറാണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോൾവ് ചെയ്ത കാര്യം തന്നെയാണ്. x² + 1 = 0 ആണെങ്കിൽ x² എന്ന് പറയുന്നത് -1 ആയിരിക്കും. x എന്ത് വരും? +or-i. അതിനെ നമ്മൾ എങ്ങനെ എഴുതി? 0 +or-i എന്ന് എഴുതി. ഇവിടെ ഈ 0 എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറുമാണ്. അതേപോലെ i എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി നമ്പറുമാണ്. അപ്പം കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നോട്ട് ആദ്യത്തേത് നോക്കിക്കേ, ഇഫ് z = x + iy. അതായത് z എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ. ദ റിയൽ പാർട്ട് ഓഫ് z ഈസ് ഡിനോട്ടഡ് ബൈ, അതായത് ആ ഇസഡിനെ, അതായത് x + iy എന്ന കോംപ്ലക്സ് നമ്പറിലെ റിയൽ പാർട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്, റിയൽ പാർട്ട് ഓഫ് z. അത് മീൻ ചെയ്യുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് z എന്നാണ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ x + iy ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് ഏതായിരിക്കും? x ആണ്. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സും, അതേപോലെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഐയുടെ കൂടെ ആരാണോ വരുന്നത് ആ ആളായിരിക്കും നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഐയുടെ കൂടെ ആരാ വന്നിരിക്കുന്നത്? y അല്ലേ വന്നിരിക്കുന്നത്. സോ ഇമാജിനറി പാർട്ടിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ്. ഇമാജിനറി പാർട്ട് ഓഫ് z എന്തായിരിക്കും? y ആയിരിക്കും. അപ്പം z എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതായത് z റെപ്രസെൻ്റ് ചെയ്യുന്ന x + iy ആണെങ്കിൽ അതിലെ റിയൽ പാർട്ട് എക്സും ഇമാജിനറി പാർട്ട് y ആയിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് നോക്കാം. ഇഫ് z = 9i ആണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ പ്യുവർ ഇമാജിനറി നമ്പർ. അതായത് ഇവിടെ 9i അല്ലേ ഉള്ളൂ. z = 9i ആണ്.
ഇവിടെ റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ല. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 + 9i എന്ന് എഴുതാമല്ലോ. ഒരു ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് 0 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് 0 വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്യുവർ ഇമാജിനറി നമ്പർ. അപ്പം റിയൽ പാർട്ട് 0 വരികയാണെങ്കിൽ ആ ഒരു കോംപ്ലക്സ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് z = 9. ഇവിടെ നോക്കിയേ, z = എന്താണ്? 9 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a+ib ഫോമിൽ എഴുതുമ്പോൾ 9 + 0i എന്ന് എഴുതാമല്ലോ. ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇമാജിനറി പാർട്ട് എന്താണ്? 0 ആയിരിക്കും. ദെൻ ഇറ്റ്സ് ഇമാജിനറി പാർട്ട് ഈസ് 0. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഐയുടെ വാല്യൂ നമ്മൾ പറഞ്ഞ എന്താണ്? √(-1) ആണ്. അങ്ങനെയാണെങ്കിൽ i² എന്തായിരിക്കും വരിക? i²നെ നമുക്ക് എങ്ങനെ എഴുതാം? i × i എന്ന് എഴുതാമല്ലോ. ഐയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? √(-1) ആണ്. ദാറ്റ് ഈസ് √(-1) × √(-1) എന്ത് വരും? -1 എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം, i² = √(-1) എന്ന് വരും. അതെന്താണ്? -1. അതായത് i²ന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് i³ ആണ്. i³ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? i² × i എന്ന് എഴുതാമല്ലോ. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m+n ആണ്. a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n ആണെന്ന് നമുക്കറിയാം. അപ്പം i³ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? i² × i⁻1. അതാണല്ലോ i. അത് തന്നെയല്ലേ i³ എന്ന് പറയുന്നതും. അപ്പോൾ i²ന്റെ വാല്യൂ നമുക്കറിയാം. എന്താ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. എന്താണ്? -1. -1 × i വരും. -1 × i എന്താ? -i ആണ്. സോ i³ വാല്യൂ -i വരും. ഇനി നമുക്ക് i⁻4 കണ്ടുപിടിക്കാം. i⁻4നെ നമുക്ക് എങ്ങനെ എഴുതാം? i² × i² എന്ന് എഴുതാം അല്ലേ? അതായത് i² × i² എന്ന് എഴുതി. i²ന്റെ വാല്യൂ ഇതാ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, -1. സോ എന്ത് വരും? -1 × -1 എന്താ വരിക? 1 വരും. അപ്പോൾ i⁻4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. അങ്ങനെ നമുക്ക് i�5, i�6 അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഇതിൽ iയുടെ വാല്യൂവും i²ൻ്റെയും i⁻4ൻ്റെയും വാല്യൂ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾജിബ്ര ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ പറ്റി ഒരു ഡീപ്പായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓൾജിബ്ര ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പം ഇഫ് z1 = x1 + iy1, അതായത് z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ്. ദെൻ z2 എന്ന് പറയുന്നത് എന്താണ്? x2 + iy2. അപ്പോൾ z1ലെ റിയൽ പാർട്ട് എന്താ? x1ഉം ഇമാജിനറി പാർട്ട് ഏതാ? y1 ആണ്. z2ലെ റിയൽ പാർട്ട് എന്താ? x2, ഇമാജിനറി പാർട്ട് എന്താ? y2 ആണ്. ഇനി ദെൻ z1 + z2 നമുക്ക് കണ്ടുപിടിക്കണം. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ z1 + z2 ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് നമ്മൾ z1 എടുത്ത് എഴുതുന്നു, x1 + iy1 + z2 എന്ന് പറഞ്ഞാൽ എന്താ? x2 + iy2 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് നമ്പർ z1ലെ റിയൽ പാർട്ടും z2ലെ റിയൽ പാർട്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതായത് ഒരേ കുടുംബക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന പോലെ രണ്ടിലെ റിയൽ പാർട്ടുകൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? x1 + x2 എന്ന് വരും. പിന്നെ ഇമാജിനറി പാർട്ട് ഏതൊക്കെയാ? iy1ഉം iy2. അതെങ്ങനെ എഴുതാം? iy1 + iy2 ഇങ്ങനെ വരുമല്ലോ. ഇവിടെ രണ്ട് പേർക്ക് i ഉണ്ടല്ലോ, നമുക്ക് i ഇങ്ങ് കോമൺ എടുക്കാം. അപ്പോൾ i കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? y1 + i × y1 + y2 എന്ന് വരും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? +i × y1 + y2 എന്ന് വരും. ഇതെന്ന് പറയുന്നത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇത് ഒരു a+ib ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. വേർ a എന്ന് പറയുന്നത് x1 + x2 ആയിരിക്കും, b എന്ന് പറയുന്നത് y1 + y2 ആയിരിക്കും. അപ്പം നമുക്ക് z1 + z2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 + x2 + i × y1 + y2 എന്ന് ആൻസർ കിട്ടി.
ഇനി നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് Z1 മൈനസ് Z2 ആ. നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം Z1 എന്ന് പറയുന്നത് എന്താ? X1 പ്ലസ് IY1 ആണ്. മൈനസ് എന്ത് ചെയ്യുന്നു? X2 പ്ലസ് IY2. ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇനി എന്താ ചെയ്യുന്നത്? ഇതിൽ നിന്ന് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരേ ആൾക്കാരെ ഇങ്ങ് എടുക്കുന്നു. അതായത് റിയൽ പാർട്ട് രണ്ടും ഇങ്ങ് എടുക്കുന്നു. റിയൽ പാർട്ട് ഇവിടെ എന്താ? ഇവിടെ X1ഉം ഇവിടെ ബ്രാക്കറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം. അപ്പോൾ Z1 മൈനസ് Z2 എന്ന് പറയുമ്പോൾ എന്ത് വരും? X1 പ്ലസ് IY1. ദെൻ ഈ ബ്രാക്കറ്റ് നമ്മളങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവാം. അപ്പം എന്ത് ചെയ്യും? മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് X2 എന്ന് വരും. മൈനസ് X2. ദെൻ മൈനസ് ഇത് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, ദാറ്റ് ഈസ് മൈനസ് IY2 എന്ന് വരും. ഓക്കെ. ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ റിയൽ പാർട്ട് രണ്ടും കൂടി എടുക്കാനായിട്ട്. ഇവിടെ റിയൽ പാർട്ട് X1 ഉണ്ട്, ഇവിടെ മൈനസ് X2. അപ്പോൾ എന്ത് വരും? X1 മൈനസ് X2 എന്ന് എഴുതാമല്ലോ. പ്ലസ് ഇവിടെ നോക്കിക്കേ, IY1ഉം മൈനസ് IY2. IY1 മൈനസ് IY2. അപ്പം എങ്ങനെ എഴുതാം? I പുറത്തെടുത്തിട്ട് I ഇൻറ്റു Y1 മൈനസ് Y2 എന്ന് എഴുതാനായിട്ട് പറ്റും. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? എന്ത് കിട്ടി? X1 മൈനസ് X2 പ്ലസ് I ഇൻറ്റു Y1 മൈനസ് Y2 എന്ന് കിട്ടി. അപ്പം നമ്മൾ ആദ്യം രണ്ട് നമ്പേഴ്സ് Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്തു. ദെൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? റിയൽ പാർട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു, ദെൻ ഇമാജിനറി പാർട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് Z1 ഇൻറ്റു Z2 ആണ്, മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ Z1 Z2 എടുത്ത് എഴുതുന്നു. X1 പ്ലസ് IY1 ഇൻറ്റു X2 പ്ലസ് IY2. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പോവാ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാ. അതിനുവേണ്ടി നമ്മൾ ആദ്യം X1 എടുക്കുന്നു. X1 എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? X1 ഇൻറ്റു X2 ചെയ്യുന്നു. എന്ത് വരും? X1 X2. ദെൻ X1 ഇൻറ്റു IY2 എന്ത് വരും? X1 ഇൻറ്റു IY2 എന്താ വരിക? I ഇൻറ്റു X1 Y2 എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതല്ല ഇവിടെ എഴുതിയേക്കുന്നത്. പ്ലസ് I ഇൻറ്റു X1 Y2. അപ്പോൾ എക്സിനെ രണ്ടുപേരെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് IY1നെ X2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ IY1 X2 എന്ന് പറഞ്ഞാൽ എന്താ? IY1 X2 എഴുതി. ഇനി നെക്സ്റ്റ് ഈ IY1 ഇൻറ്റു IY2 അവിടെ വരുമ്പോൾ എന്ത് വരും? IY1 ഇൻറ്റു IY2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? I ഇൻറ്റു I എന്ത് വരും? ഈ ഐയും ഈ ഐയും കൂടെ ചേർന്ന് I² വരും. I² ഇൻറ്റു Y1 Y2 എന്ന് വരും. നമ്മൾ മുമ്പ് I²ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. എന്തായിരുന്നു I²? I² എന്ന് പറഞ്ഞാൽ -1 ആണ്. നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. I² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ എന്ത് വരും? -1 ഇൻറ്റു Y1 Y2 എന്ന് വരും. അതായത് -Y1 Y2 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു? -1 ഇൻറ്റു Y1 Y2. ഇനി നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ നോക്കിയേ, ഇനി നമ്മൾ റിയൽ പാർട്ട് ഒരുമിച്ചാക്കാനായിട്ട് പോവാം. X1 X2ഉം മൈനസ് Y1 Y2 എന്താണ്? റിയൽ പാർട്ടാണ് അല്ലേ? അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് എഴുതി. പ്ലസ് ഇനി ഐയുടെ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പോവാ. I ഇൻറ്റു X1 Y2 പ്ലസ് Y1 X2 എന്ന് കിട്ടി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എഗെയിൻ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടിയത്. X1 X2 മൈനസ് Y1 Y2 പ്ലസ് I ഇൻറ്റു X1 Y2 പ്ലസ് Y1 Y2 എന്ന് കിട്ടി. ഇനി നമ്മളിപ്പോൾ ചെയ്ത അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Z1 നമുക്ക് തന്നിട്ടുണ്ട്. ലെറ്റ് Z1 is equal to 3 minus 2i and Z2 is equal to 4 plus 3i. Z1ഉം Z2ഉം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? Z1 പ്ലസ് Z2ഉം Z1 മൈനസ് Z2ഉം Z1 Z2ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ മുമ്പേ ചെയ്തത് ഇതിൻ്റെ ജനറൽ ഫോമാണ്. ഇനി നമുക്കിത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് ചെയ്യാം? Z1 പ്ലസ് Z2 ചെയ്യാം അല്ലേ? അപ്പോൾ Z1 എന്ന് പറയുന്നത് എന്താ? 3 മൈനസ് 2i ആണ്. Z2 എന്ന് പറയുന്നത് 4 പ്ലസ് 3i ആണ്. അപ്പോൾ ആദ്യത്തേത് Z1 പ്ലസ് Z2 ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുത്തെഴുതി? Z1 എടുത്തെഴുതുന്നു. 3 മൈനസ് 2i എന്ന് പറയുന്നത് Z1 എടുത്തെഴുതി. പ്ലസ്
Z2 എന്ന് പറഞ്ഞാൽ എന്താ 4 + 3i ആണ്. അപ്പം എന്ത് എഴുതി 4 + 3i എന്ന് എഴുതി. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? റിയൽ പാർട്ട് ഒരുമിച്ച് കൊണ്ടുവരികയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ റിയൽ പാർട്ട് 3യും ഇവിടുത്തെ റിയൽ പാർട്ട് 4ഉമാണ്. അപ്പം എന്ത് വരും? അഡീഷൻ ആണ് ഓപ്പറേഷൻ. അപ്പം എന്ത് വരും? 3 + 4 വരും. 3 + 4 പ്ലസ് ഇവിടെ നോക്കിക്കേ -2iയും +3iയും ആണ് അല്ലേ? -2iയും +3iയും ആ. അപ്പം എന്ത് ചെയ്തു? ഈ രണ്ടിനും i ഉണ്ട്. i ഇങ്ങ് പുറത്തെടുത്തു. i × -2 + 3 എന്ന് കൊടുത്തു. എന്ത് വരും? 3 + 4 7 വരും. ദെൻ i × -2 + 3 എന്താ? 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പം 1 എന്ന് വരും. i × 1 വരും. അതെന്ത് തന്നെയാണ്? i തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 7 + i എന്നാണ് ആൻസർ കിട്ടിയത്. അതായത് Z1നെയും Z2നെയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 + i എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? Z1 - Z2 ചെയ്യാം. ഇപ്പൊ Z1 - Z2 എന്ന് പറയുമ്പോൾ എന്ത് വരും? Z1 എന്ന് പറയുന്നത് 3 - 2i ആണ്. Z2 എന്ന് പറയുന്നത് 4 + 3i ആണ്. അതെഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് ഈ ഒരു മൈനസ് കഴിഞ്ഞ ഒരു ബ്രാക്കറ്റ് അല്ലേ, ആ ഒരു ബ്രാക്കറ്റ് നമുക്കങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പം എന്ത് വരും? 3 - 2i -4 ദെൻ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അല്ലേ -3i എന്ന് വരും. ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ട് നോക്കുക. റിയൽ പാർട്ട് ഏതാ? 3യും -4ഉം. 3 - 4. ഇമാജിനറി പാർട്ട് ഏതൊക്കെയാ? -2iയും -3iയും. -2i -3i എന്ന് വരും. ഇനി എന്ത് ചെയ്താൽ മതി? 3 - 4 എന്താ? -1 ആണല്ലേ? അപ്പം -1 ദെൻ -2i -3i എന്ത് വരും? -5i എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി ആൻസർ? -1 -5i എന്ന് ആൻസർ കിട്ടി. അതായത് Z1 - Z2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? -1 -5i എന്ന് കിട്ടി. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, Z1 × Z2. അതുകൂടെ നോക്കാം. Z1 എന്താ? 3 - 2i ആണ്. ഇൻറ്റു Z2 എന്ന് പറയുന്നത് 4 + 3i ആണ്. ഇവിടെ എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബ്രാക്കറ്റ് എല്ലാം അങ്ങ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാം. അപ്പം എന്ത് വരും? ആദ്യം 3 എടുത്തു. 3 × 4 3 × 4 പ്ലസ് 3 × 3i 3 × 3i. അപ്പം 3യുടേത് കഴിഞ്ഞു. ഇനി -2i ആണ്. -2i × 4 -2i × 4 ദെൻ -2i × 3i -2i × 3i എന്നും എഴുതി. ഇനി നോക്കി എന്ത് വരും? 3 × 4 12 വരും അല്ലേ? 12 ദെൻ 3 × 3i എന്ത് വരും? 9i എന്ന് വരും. 9i ദെൻ ഇവിടെ -2i × 4 4 × 2 8 ആണ്. അപ്പോൾ 8i വരും. -8i -2i × 3i എന്ത് വരും? 6i² എന്ന് വരും. i² വാല്യൂ നമുക്കറിയാം എന്താ? -1 എന്ന് നമുക്കറിയാം. ഇതിന് വേണ്ടിയിട്ടാണ് i² ഒക്കെ പഠിച്ചു വെക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതി. നമുക്ക് എന്നിട്ട് ഈ i² സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുത്തു? -1നെ ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യാം. അപ്പം എന്ത് വരും? 12 + 9i -8i മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആകും. അപ്പം -6 × -1 6 വരും. +6 വന്നു. ഇനി ഇവിടെ റിയലും ഇമാജിനറി പാർട്ടും ഉണ്ടല്ലേ? അപ്പം റിയലിൻ്റെ ആൾക്കാർ ആരൊക്കെയാണ്? റിയൽ പാർട്ട് 12ഉം 6ഉം ആണ്. 12ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 18 കിട്ടും. ദെൻ 9i -8i എന്താ വരിക? 9 - 8 എത്രയാ? 1 ആണ്. അപ്പോൾ 1i എന്ന് വരും. ദാറ്റ് ഈസ് i. എന്ത് കിട്ടി ആൻസർ? 18 + i എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, ഇഫ് Z = x + iy, Z എന്ന് പറയുന്നത് x + iy ആണെങ്കിൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ഓഫ് Z അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, Z⁻ എന്ന. അപ്പോൾ കോഞ്ചുഗേറ്റ് ഓഫ് Z എന്ന് പറയുന്നത് എന്തായിരിക്കും? x - iy ആയിരിക്കും. x + iy കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് x - iy ആയിരിക്കും. എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്താൽ മതി.
ഇപ്പൊ എക്സ് മൈനസ് ഐ വൈ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ ആയിരിക്കും. അപ്പം തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 2 + 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിരിക്കാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞ ഇസഡിന്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ കോഞ്ചുഗേറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇസഡ് ബാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തായിരിക്കും? ഈ പ്ലസ് മാറി എന്താകും? മൈനസ് ആകും. അതായത് 2 - 3i ആയിരിക്കും അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാ ഈ സിമ്പിൾ വെച്ചിട്ടാ, മോഡുലസ് ഓഫ് ഇസഡ്. ഇത് കണ്ടാൽ മനസ്സിലാക്കിക്കോണം എന്താണ് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അതായത് ഇവിടുത്തെ റിയൽ പാർട്ട് എക്സ് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് വൈ അല്ലേ, വൈ സ്ക്വയർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മോഡുലസ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. നമുക്ക് വേണേൽ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇസഡ് ഇസ് ഈക്വൽ ടു 3 + 4i. ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാ? 3 ആണ്. അപ്പം റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഏതാ? 4 ആണ്. 4 സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 9 + 16 എന്ത് വരും? റൂട്ട് ഓഫ് 25 എന്ന് വരും. റൂട്ട് 25 എത്രയാ? 5 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് 5 നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് ഇസഡ് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ ഈ രീതിയിലാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ പ്രൂവ് ദാറ്റ് എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പറിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ റിയൽ പാർട്ട് ഓഫ് ഇസഡ്, ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഇസഡ് ബാർ, അതായത് കോഞ്ചുഗേറ്റ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 2 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ഈ സൈഡ് ഈസ് ഈക്വൽ ടു ഈ സൈഡ്, LHS ഈസ് ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ഇസഡ് എടുക്കുന്നു. ഇസഡ് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കുന്നു. ലെറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇസഡ് ബാർ എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. അപ്പം ഇസഡ് കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 ആണല്ലേ. അപ്പൊ ഇസഡും ഇസഡ് ബാറും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് ഇസഡ് പ്ലസ് ഇസഡ് ബാർ കണ്ടുപിടിക്കാം. അപ്പൊ ഇസഡ് പ്ലസ് ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും അല്ലേ. ഇവിടെ എന്ത് വരും? റിയൽ പാർട്ട് ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആ. അപ്പം എക്സ് പ്ലസ് എക്സ് എന്ന് വരും. ദെൻ ഇവിടെ ഐ വൈയും ഇവിടെ മൈനസ് ഐ വൈ, ദാറ്റ് ഈസ് ഐ വൈ മൈനസ് ഐ വൈ എന്ത് വരും? 0 എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ ഐ കോമൺ എടുത്താൽ ഐ ഇൻറ്റു വൈ മൈനസ് വൈ എന്ന് വരും. എന്തായാലും ആ പാർട്ട് 0 ആയിരിക്കും വരിക. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് എക്സ് 2x വരും, പ്ലസ് ഇതെന്ത് വരും? ഐ ഇൻറ്റു 0 0i എന്ന് വരും. അപ്പം എന്താ വരിക? 2x എന്നല്ലേ അർത്ഥം. 0 ഇൻറ്റു ഐ മീൻസ് 0 അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് എന്താ? 2x കിട്ടി. അതായത് ഇസഡ് പ്ലസ് ഇസഡ് ബാർ, ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു 2x ആ കിട്ടിയത്. നമുക്ക് വേണ്ടത് ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 ആണ് വേണ്ടത്. അപ്പൊ ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 2x ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? എക്സ് വരും. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബാർ ബൈ 2 എന്നാ. അപ്പം ഈ എക്സ് പ്ലസ് എക്സ് ബാർ ബൈ 2 എന്ന് പറയുന്നത് എക്സ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇസഡും കൂടി കണ്ടുപിടിക്കണമല്ലോ. അതും എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത്
എന്തായി, നമ്മുടെ പ്രൂഫായി അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇതിലെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്താ, റിയൽ പാർട്ട് ഏതാ, എക്സ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അതും എക്സ് കിട്ടി, ഇതും എക്സ് കിട്ടി. അപ്പൊ രണ്ടും ഈക്വൽ അല്ലേ. അതായത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 എന്ന് നമുക്ക് കിട്ടും. നോക്കിക്കോ, റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. ഈ എക്സ് പ്ലസ് ഐ വൈയുടെ റിയൽ എക്സ് ആണ്. അതായത് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൂഫായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നല്ലേ വായിക്കുക. ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i ആണെന്ന് കാണിക്കണം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എന്തെടുക്കണം, ഇസഡ് എടുക്കണം. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ദെൻ ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. എന്താ, കോൺജുഗേറ്റ് അല്ലേ, അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഇനി ഇസഡ് മൈനസ് ഇസഡ് ബാറും കണ്ടുപിടിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് കൂടെ കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് മീൻസ് ഇമാജിനറി പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈയുടെ ഇമാജിനറി പാർട്ട് ഏതാ, ഐ കൂടെയുള്ള ആർക്കാ, വൈക്കല്ലേ. അപ്പോൾ അവിടുത്തെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് വൈ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇതപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൈ കിട്ടി. ഇനി ഈ ഒരു ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2iയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ വൈ കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രൂഫായിട്ടുണ്ട്. അപ്പം ഇസഡും അറിയാം, ഇസഡ് ബാറും അറിയാം. ഇനി നമുക്ക് വേണ്ടത് ഇസഡ് മൈനസ് ഇസഡ് ബാറാ. അപ്പം എന്ത് വരും, എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും. ഇവിടെ റിയൽ പാർട്ട്, ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എന്ത് വരും, എക്സ് പ്ലസ് ഐ വൈ, ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ മൈനസ് എക്സ്, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് ഐ വൈ എന്ത് വരും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. ദാറ്റ് ഈസ് പ്ലസ് ഐ വൈ എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, എക്സും ഇവിടെ മൈനസ് എക്സും പോയല്ലോ. ദെൻ ആരാ ഉള്ളത്, ഐ വൈ പ്ലസ് ഐ വൈ. ഇപ്പം എക്സ് മൈനസ് എക്സ് 0 ആകും. പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് വൈ എന്ന് വരും. വൈ പ്ലസ് വൈ എന്താ, 2y ആ. എന്ത് വരും, ഐ ഇൻറ്റു 2y എന്ന് വരും, 2yi എന്ന് വരും. അതായത് നമുക്ക് എന്താ കണ്ടുപിടിച്ചത്, നമ്മൾ ഇസഡ് മൈനസ് ഇസഡ് ബാർ ആ കണ്ടുപിടിച്ചത്. നമുക്കിനി ഇസഡ് മൈനസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2i എത്രയാണെന്നും കൂടെ നോക്കണം. അപ്പോൾ ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i എന്ന് പറഞ്ഞാൽ എന്താ, ഇസഡ് മൈനസ് ഇസഡ് ബാർ എന്താണെന്ന് കിട്ടിയായിരുന്നു, 2yi ആണെന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ 2yi ഡിവൈഡ് ബൈ 2i, ഐയും ഐയും ക്യാൻസൽ, 2ഉം 2ഉം ക്യാൻസൽ, എന്ത് വരും, y എന്ന് കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i കിട്ടി. ഓൾറെഡി ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, y ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തത്. പിന്നെ ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2iയും y കൊടുത്തിട്ടുണ്ട്. അതാണ് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തത്. രണ്ടും y കിട്ടിയില്ലേ, അതിനർത്ഥം എന്താ, ഇക്വേഷൻ 1 ഇസ് ഈക്വൽ ടു 2 ആണ്. അതായത് നമ്മുടെ പ്രൂഫ് ആയിട്ടുണ്ട്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇനി ഒന്നും കൂടിയുണ്ട്, പ്രൂവ് ദാറ്റ് ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു റിസൾട്ടാണ്. ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇസഡ് ആയിരിക്കും. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്തായിരിക്കും, എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. സൈൻ ചേഞ്ച് ആയി. ഇനി അടുത്തത് എന്താ, ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ്. അതായത് ഈ ഇസഡ് കോൺജുഗേറ്റിൻ്റെ കോൺജുഗേറ്റ് എടുക്കുന്നു. അപ്പോൾ വീണ്ടും സൈൻ ചേഞ്ച് ആകും. എന്താകും, എഗെയിൻ എക്സ് പ്ലസ് ഐ വൈ ആകും. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കും, ഇസഡും ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റും ഈക്വൽ ആണെന്ന് കിട്ടും അല്ലേ. ദാ പ്രൂഫായി. അപ്പോൾ നമ്മൾ ഈ ഒരു, നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇസഡ് ആയിരിക്കും. ഇനി നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇസഡ്1 എന്ന് പറയുന്നത് 2 മൈനസ് 3i ആണ്. ഇസഡ്2 എന്ന് പറയുന്നത് 4 പ്ലസ് 6i ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, ഇസഡ്1 ബൈ ഇസഡ്2ഉം 1 ബൈ ഇസഡ്1ഉം മോഡുലസ് ഓഫ് ഇസഡ്1. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്തു അല്ലേ കോംപ്ലക്സ് നമ്പറിൻ്റെ, പക്ഷേ ഡിവിഷൻ മാത്രം ചെയ്തില്ല. നമുക്കിപ്പോൾ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
പറഞ്ഞുതരാം. ഇപ്പം ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് Z1 ഡിവൈഡഡ് ബൈ Z2 ആ. അപ്പം അതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? Z1 എന്ന് പറയുന്നത് 2 - 3i ആണ്. Z2 എന്ന് പറയുന്നത് 4 + 6i ആണ്. അപ്പം രണ്ടും എഴുതി. ഇനി ഇതിനെ എങ്ങനെയാ ചെയ്യുന്നത്? ഇതിനെ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്റർ ആണ്. ഇവിടെ ഡിനോമിനേറ്റർ എന്താ? 4 + 6i ആണല്ലേ. ആ 4 + 6iയുടെ കോഞ്ചുഗേറ്റ് എടുക്കുക. അതായത് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ കോഞ്ചുഗേറ്റ് എന്ത് വരും? 4 - 6i വരും അല്ലേ. ആ കോഞ്ചുഗേറ്റിനെ നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ? ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. ആ കോഞ്ചുഗേറ്റ് കൊണ്ട് നിങ്ങൾ ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 4 + 6iയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്താ? 4 - 6i ആണല്ലേ. അപ്പോൾ എന്ത് വരും? 2 - 3i / 4 + 6i ആയിരുന്നു. 4 + 6iയുടെ കോഞ്ചുഗേറ്റ് 4 - 6i ആയി. ആ കോഞ്ചുഗേറ്റിനെ കൊണ്ട് നമ്മൾ ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്ത് വന്നു? 2 - 3i × 4 - 6i ഡിവൈഡഡ് ബൈ 4 + 6i × 4 - 6i എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കിക്കേ, 4 + 6i × 4 - 6i, അതായത് a + b × a - b ഫോമാണ്. a + b × a - b എന്ന് പറഞ്ഞാൽ എന്താണ്? a² - b² ആണ്. അപ്പോൾ ഈ റിസൾട്ടാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യണം. അതോടൊപ്പം തന്നെ ഡിനോമിനേറ്ററിൽ ഈ ഒരു റിസൾട്ടും അപ്ലൈ ചെയ്യുക നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്ത് വരും? 2 × 4 എന്ത് വരും? 8 വരും. ദെൻ 2 × -6 എന്ത് വരും? -12i വരും. അതായത് -6 × 2 അതേപോലെ തന്നെ എഴുതി. നെക്സ്റ്റ് -3 × 4 -3i × 4 ദെൻ -3i × -6i എന്ത് വരും? -3i × -6i എന്ന് പറഞ്ഞാൽ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പോകും. 3i × 6i എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിൽ ഏത് റൂൾ അപ്ലൈ ചെയ്യുന്ന? a + b × a - b = a² - b². ഇവിടെ നോക്കിക്കേ, a + b × a - b ഫോമ. a എന്ന് പറയുന്നത് 4ഉം b എന്ന് പറയുന്നത് 6i ആണ് അല്ലേ. അപ്പോൾ a² - b² എന്ത് വരും? 4² - 6i² എന്ന് വരും. ഇനി ഇവിടെ എന്ത് വരും? 8 - 6i × 2 ആണ്. -6i × 2 ആണ്. അപ്പോൾ 6 × 2 12 ആണ്. ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -12i എന്ന് വരും. അതായത് 8 - 12i ദെൻ -3i × 4 എന്ത് വരും? -12i വരും. -12i പ്ലസ് ദെൻ 3i × 6i എന്ത് വരും? 3i × 6i എന്ന് പറഞ്ഞാൽ 18i² എന്ന് വരും. 18i² ഡിവൈഡഡ് ബൈ 4² 16 വരും. -6i² എന്ന് പറഞ്ഞാൽ എന്താ? 6² 36 ആണ്. ദെൻ i² എന്ന് പറഞ്ഞാൽ എന്താ? -1 ആണ്. ഓക്കെ, ഇനി ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? 8 -12i -12i എന്ത് വരും? -24i എന്ന് വരും. -24i ദെൻ 18i². i² എന്താ? -1 ആണ്. അപ്പോൾ 18 × -1 -18 എന്ന് വരും. ഡിവൈഡഡ് ബൈ 16 -36 × -1 +36 എന്ന് വരും. അതാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. 8 - 24i -18 / 16 + 36. ഇവിടെ നോക്കിക്കേ, 8ഉം -18ഉം, അതായത് 8 - 18 എന്താ വരിക? -10 അല്ലേ വരിക? -10 -24i ഡിവൈഡഡ് ബൈ 16 + 36 എന്ത് വരും? 52 വരും. ഇങ്ങനെ കിട്ടി. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിൽ നിന്ന് നമുക്ക് 2 ഇങ്ങ് കോമൺ എടുക്കാം ന്യൂമറേറ്ററിൽ നിന്ന്. അപ്പം എന്ത് വരും? 2 × -5 - 12i ഡിവൈഡഡ് ബൈ
52 എന്ന് വരും. ഈ 2ഉം 52ഉം കൂടെ വേണേൽ ക്യാൻസൽ ചെയ്യാം. എന്ത് വരും? 26. അതായത് -5 - 12y ഡിവൈഡഡ് ബൈ 26 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് നമുക്ക് Z1/Z2 കാണാനായിട്ട് പറഞ്ഞു, ഇതൊരു ഫ്രാക്ഷൻ ഫോമിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക, ആ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഡിനോമിനേറ്ററിൽ A+B × A - B ഫോമിലായിരിക്കും വരിക. ഏതൊരു പ്രോബ്ലം എടുത്ത് നോക്കിക്കോ, എല്ലാത്തിനും A+B × A - B ഫോം വരും. അതായത് A² - B² എന്നുള്ള ആ ഒരു ഫോമിലാണ് നിങ്ങൾ ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്യേണ്ടത്. ന്യൂമറേറ്റർ വരുമ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താകും? ഫൈനൽ ആൻസർ ആവും. അപ്പം നമ്മളിവിടെ Z1/Z2 നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 1/Z1. അതൊരു ഫ്രാക്ഷൻ തന്നെയാണ്. 1/Z1 എന്ന് പറയുമ്പം എന്ത് വരും? 1/2 - 3i എന്ന് വരും. ഇവിടെ നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ എന്തായിരുന്നു? 2 - 3i. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ത് വരും? 2 + 3i. ആ കോഞ്ചുഗേറ്റിനെ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1 × 2 + 3i / 2 - 3i × 2 + 3i. അപ്പോൾ ഇവിടെ 1 × 2 + 3i ആയതുകൊണ്ട് 2 + 3i തന്നെ വരും. ഇവിടെ നോക്കി ഏത് ഫോം വരും? A - B × A+B. എന്ത് വരും? A² - B². ഇവിടെ A എന്ന് പറയുന്നത് 2ഉം B എന്ന് പറയുന്നത് 3i. അപ്പോൾ A² - B² എന്ത് വരും? 2² - 3i (² എന്ന് വരും. അപ്പോൾ എന്ത് വരും? 2 + 3i ഡിവൈഡഡ് ബൈ 2² 4 -3i² എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 9i² എന്ന് വരും. 3i (² എന്ന് പറയുന്നത് 9i². i²ൻ്റെ വാല്യൂ എന്താ? -1 ആണ്. സോ ഇവിടെ വരുമ്പോൾ എന്തായി വരും? 4 - 9i² എന്ന് പറയുന്നത് എന്തായി വരും? 4 - 9 × -1. അതായത് 4 + 9 എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? അപ്പോൾ 4 + 9 എന്ന് വരും. അപ്പോൾ എന്താ വരിക? 2 + 3i ഡിവൈഡഡ് ബൈ 13 എന്ന് നമുക്ക് ആൻസർ കിട്ടും.